കോൺസ്റ്റബിൾ സർ, കം ഓൺ. ഇവിടുത്തെ മിമിക്രി കലാകാരന്മാരെ ഇങ്ങ് വിളിക്കുക. ആരുടെ ബോണറ്റ് ദോശക്കല്ലാക്കിയത്? ഇപ്പൊ എന്റെ ഊരകം മുഴുവൻ ബുൾസേ ആയേനെ. അങ്ങോട്ട് സെർച്ച്. ഫാദർ തർക്കണ്ണം ഇതിലൊന്നും ഇന്റർവ്യൂ ചെയ്യാറേ ഇല്ല. എല്ലാം ഷിറ്റിമോൾ തന്നെയാണ് ഷൂട്ട് ഔട്ട് ചെയ്യുന്നത്. ഷിറ്റിമോളായാലും ഷഡ്ഡിമോളായാലും ശരി തന്നെ. ഈ ഫോണിൻ പ്രോഗ്രാം ഇങ്ങനെ ലോങ് ആയി കണ്ടിന്യൂ ചെയ്യുന്നത് റോങ് ആണ്. ഏറ്റവും അപകടം പിടിച്ച 2 സാധനങ്ങളാണ് മൊബൈൽ ഫോണും പെണ്ണും. സൂക്ഷിച്ചില്ല എങ്കിൽ രണ്ടിന്റെയും ഡിസ്പ്ലേ അടിച്ചു പോകും. സോറി സർ. പോലീസായ ഇങ്ങനെ തന്നെ വേണം. ഇതാണ് സാറാ മിമിക്രിക്കാർ. ഓഹോ, ഇവന്മാരാണല്ലേ. ഇങ്ങോട്ട് മാറിക്കടോ. എന്നെ മനസ്സിലായില്ല. ഐ ആം ചക്രവർത്തി. ഹലോ. ഹായ്, മിഥുൻ ചക്രവർത്തി. ഹലോ. ഷോർട്ട് ഫോമിൽ എന്നെ ഡിപ്പാർട്ട്മെന്റിലെ MC എന്ന് വിളിക്കും. കേട്ടിട്ടില്ലേ? അത് അടിക്കുന്ന MC, ഇത് ഇടിക്കുന്ന MC. ഇവനാരാ? വടിവേലു പഴുത്ത പോലുണ്ടല്ലോ. താഴെ മാത്രമല്ല മേളിലോട്ടും. സാറിന്റെ ഒബ്സർവേഷൻ കറക്റ്റാ. താങ്ക് യു. പെരുക്കി പിടിച്ചിരിക്കാൻ നീ ആരടാ? ജയനോ? കാണിക്കടോ. എന്ത് ജയനെ കാണിക്കടോ? നീയാണോടാ വഴിവെക്കിൽ നിന്ന് പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്ന അലവലാതി ഷാജി? ഇത്രയും വർഷമായിട്ട് ഈ ഡയലോഗെങ്കിലും തനിക്കൊന്ന് മാറ്റി പറഞ്ഞുകൂടാടോ? വേറെ ഡയലോഗ് ആവും പറയണ്ട. ഇനി മേലില്ലെങ്കിൽ എന്റെ ജയേട്ടനെ ആരും അനുകരിക്കരുത്. മനസ്സിലായോ? നീയൊക്കെ കുറെ പെറുക്കികൾ കാരണം എന്റെ ജയേട്ടൻ നേരത്തെ അങ്ങ് പോയത്. അവിടെ അയാൾക്ക് സ്വസ്ഥത കൊടുക്കൂലെന്ന് വെച്ചാ ഇടിച്ചുരുട്ടി നിന്നെയൊക്കെ ചപ്പാത്തി പരുവത്തിലാക്കും. മനസ്സിലായോ? നീ ആരടാ? ജോസ് പ്രകാശ്? മനോജ്. ഇങ്ങോട്ട് മാറി നിക്കടാ. അപ്പൊ നിനക്ക് കൊലപാതകവും ബലാത്സംഗവും ചെയ്ത് ശീലമുണ്ടായിരിക്കും. ഒരാളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത് എങ്ങനെയെന്ന് കാണിക്കടാ. കാണിക്കടാ. നിന്റെ കഴുത്തിലല്ല, എന്റെ ഈ ബലിഷ്ഠമായ കഴുത്തുകളിൽ കാണിക്കടാ. പിടിച്ചില്ലെങ്കിൽ സാറിടിക്കും. നല്ല രീതിയിൽ പിടിക്കടാ. പോരാ, പിടിക്കടാ. പോരാ. നീ എന്റെ കഴുത്തിന് പിടിച്ച് എന്റെ മിഡിലെ ഒബിളാൻ കെട്ട് വരെ തകർത്തല്ലടാ. പിടിക്കാൻ പറഞ്ഞ നീ ഉടനെ പിടിക്കോ. അപ്പൊ ഈ കൈ കൊണ്ടാണ് നീ കാസിംബായുടെ കഴുത്ത് ഞെരിച്ച് കൊന്നത്. കൊലയാളി ഞാനൊന്നുമല്ല സർ. നീ അല്ലേ മിണ്ടരുത്. വിലങ്ങ് കൊണ്ടുവന്നില്ല സാർ. നല്ല തുണ്ട് കരങ്ങനെ എടുത്ത് കെട്ടി വലിച്ചോണ്ട് പോടോ. ഇവനെ വിട്ടുകളയരുത്. എവരോ തറകണ്ടം ഒരുത്തരം ഞാൻ വെറുതെ വിടില്ല. ഇവിടെ ആരും ഇല്ലടാ. എവിടാ തറയാൻ പറയേക്ക? ഇവിടെ ഇല്ലേ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. ഈ പോലീസുകാർക്ക് ഇപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കും. വേണ്ടച്ചോ, എനിക്ക് ഇരിക്കാൻ കഴിയില്ലച്ചോ. അതെന്താ, മൂലക്കുരുവിന്റെ ഉപദ്രവണ്ട? അതല്ലച്ചോ. പിന്നെ ഓർമ്മയുണ്ടോ ഈ മുഖം? ഇതൊരു മുഖമാണോ? അർപ്പിക്കലച്ചോ, പറഞ്ഞു വരട്ടെ. ഓർമ്മ കാണില്ല. പിച്ച വച്ച് തുടങ്ങിയ കാലം മുതല് ഒരു പിച്ചക്കാരനെ പോലെ ഈ കൊച്ചു കലാകാരൻ കൊച്ചിയിലെ കലാദർശനയുടെ വാതിൽ മുട്ടി വിളിക്കാറുണ്ടായിരുന്നു. അന്ന് ഇവിടെ സിദ്ദിഖ് ലാലും ജയറാമും ചാലക്കുടി മണിയൊക്കെ അരങ്ങ് തകർക്കുകയായിരുന്നു. അവരിൽ ഒരാളായി ഈ എന്നെയും ചേർക്കണമെന്ന് പലവട്ടം ഞാൻ അച്ഛനോട് കെഞ്ചിയിട്ടുണ്ട്, യാചിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ആ യാചന അച്ഛൻ ചെവിക്കൊണ്ടില്ല. പകരം ചെവിക്ക് പിടിച്ച് അച്ഛൻ എന്നെ ഗെറ്റ് ഔട്ട് അടിച്ചു. ദാറ്റ്സ് ഓൾ. അച്ഛോ, എനിക്ക് വേറെ ട്രൂപ്പുകളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. ഇവിടെ വന്നാൽ ഒരു സിനിമാ നടനാകാന്ന് ഞാൻ മോഹിച്ചു. പക്ഷെ ആ മോഹം എനിക്ക് സാധിച്ചിരുന്നില്ല. അവസാനം ഒരു ഗതിയും പരഗതി ഇല്ലാതായപ്പോ ഞാൻ നേരെ ചെന്ന് പോലീസിൽ ചേർന്നു. തെറ്റാണോ അച്ഛോ? എന്താ ഒന്നും പറഞ്ഞില്ലേ? ഇനിയെങ്കിലും കാക്കിക്കുള്ളിൽ വീർപ്പ് മുട്ടിക്കിടക്കുന്ന ഈ കൊച്ചു കലാകാരനെ അറ്റ്ലീസ്റ്റ് ഒരു കലാഭവൻ നാരായണൻകുട്ടി ആയിട്ടെങ്കിലും ആക്കി തന്നാ മതി. തരില്ലേ അച്ഛോ? അത് മതി. ഇനി അച്ഛൻ ഈ ലോഹയൊന്ന് മാറ്റിക്കേ, എനിക്കൊന്ന് പിടിക്കാനാ. എന്താന്ന്? കാല് പിടിക്കാനാന്ന്. അത് ശരി. കേസ് അന്വേഷണത്തിന് വന്നതല്ലേ, മിമിക്രി ട്രൂപ്പിൽ ചേരാമെന്നല്ലേ? കാര്യം കാണാൻ ഏത് കഴുതക്കാലം പിടിക്കണമല്ലോ അച്ഛോ. എന്നെ ട്രൂപ്പിലെടുക്കാന്ന് വാക്ക് തരൂ അച്ഛോ.
തറക്കണ്ട അച്ഛൻ വാക്ക് താ എനിക്ക് കാലുമേന്ന് വിടാൻ ഇല്ല, ഞാൻ വിടില്ല. കാലുമേന്ന് വിടാൻ അയ്യോ പുള്ളി ദേ കണ്ട കാലുമേന്ന് വിടുന്നത് നല്ലതാ. ചത്തു. വിടണതാ എനിക്ക് നിനക്ക് വാക്ക് നല്ലത് താ. ഓ ഇല്ല അച്ഛൻ വാക്ക് താ. കാലുമേന്ന് വിടാൻ പറഞ്ഞു എനിക്ക് വാക്ക് തരാണ്ട് ഞാൻ ഈ കാലിന്ന് വിടില്ല. ഞാൻ വിടൂല എന്നല്ലേ പറഞ്ഞത്. വിടൂല. അച്ഛൻ വെറുതെ ഒരു വാക്ക് പറ എന്നാ എനിക്ക് പോലീസാണ് കാല് വാരും നിലത്തെടുക്കുമ്പോ വാക്ക് കൊടുത്തേക്ക് എനിക്ക് വാക്ക് താ അച്ഛാ. എനിക്ക് പിടി വിട്ടോളാൻ വയ്യ. വന്ന് കേറിയപ്പോ എന്തൊരു പവറും ജാടയായിരുന്നു. അപ്പൊ തന്നെ മനസ്സിലായില്ലേ എന്റെ കാക്കക്കുള്ളിയിലെ കലാഹൃദയം. നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ, എന്നെ എടുത്തു എന്ന് പറയച്ചോ. ഡാ പിള്ളേരെ, ഈ കാലുപിടുത്തക്കാരന്റെ കയ്യില് എന്തെങ്കിലും കോപ്പുണ്ടോന്ന് ഒന്ന് പരിശോധിച്ചു നോക്കാം. പരിശോധിക്കേണ്ട കാര്യമില്ല അച്ഛോ, ഞാൻ ഓക്കെയാണ്. അത് ഞങ്ങൾ തീരുമാനിക്കും. നടക്ക. അല്ല അതിന്റെ ആവശ്യമുണ്ട് നടക്കാൻ. കാല് പിടിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. കാല് പിടിക്കാൻ വന്ന അല്ലച്ചോ, എന്റെ തൊപ്പി എടുക്കാൻ വന്നത്. ഞാൻ ഓക്കെയാണ്. പോലീസാണ്, മറക്കല്ലേ. സാറായിരുന്ന എന്താടോ ഒരു പകലുറക്കം? രാത്രി ഉറക്കൊന്നുമില്ലേ? ഞാൻ ഡ്യൂട്ടിയിലാണ് സാർ. സാർ ഇരുന്നാട്ടെ. വേണ്ടടോ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അല്ല സാറെന്താ ഒരു മുന്നറിയിപ്പും കൂടാതെ പെട്ടെന്ന്? എനിക്ക് തന്നെ കൊണ്ടൊരു കാര്യം സാധിക്കാനുണ്ട്. എന്താ സാർ? ലോക്കപ്പിൽ കിടക്കുന്ന മിന്നൽ ഹംസയെ കുറച്ച് നേരത്തേക്കൊന്ന് വിട്ടുതരണം. ഇവനൊരു വെട്ടിക്കഴിച്ചിട്ട് പ്രതിയാണ് സാർ. എനിക്ക് അധിക സമയമൊന്നും വേണ്ടടോ, 2 മണിക്കൂറിനാണ് ഞാൻ എത്തിച്ചേക്കാം. ഒരുത്തന്റെ കൈയും കാലം തല്ലി ഓടിക്കാനാ. അയ്യോ ആരെങ്കിലും പറഞ്ഞ പണി പോകും. നക്കാപ്പിച്ച കാശ് കിട്ടുന്ന ഈ പണി പോകുന്നതിലേക്ക് പോട്ടടോ. തനിക്ക് എന്റെ ഭാര്യയുടെ ഗാർമെന്റ് ഷോപ്പിൽ സെയിൽസ്മാൻ ആരായിട്ട് ജോലി തരാം. ഇപ്പൊ കിട്ടുന്നതിന്റെ ഇരട്ടി ശമ്പളവും തരാം. ഒന്നും വേണ്ട സാറേ, ഉള്ള പണി പോകാതിരുന്നാ മതി. താനിങ്ങനെ പേടിച്ചാലോ? ഒന്ന് വേഗം തുറന്നേ. വേണ്ട, വേണ്ട. എനിക്ക് സമയമില്ല. വേണ്ട. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ തുറന്നേ. തുറക്കരുത് സാറേ, തുറക്കരുത്. ഞാൻ പേടിക്കണ്ടോ. ആരാടാ നീ? അയ്യോ അറിയില്ലേ, ഞാൻ പൂരപ്പറമ്പി വെടിക്കെട്ടിന് വന്ന വാസു, ഗുണ്ടു വാസു. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? തലവമ്മലെ കൂത്താട്ടുകളും കുട്ടപ്പന്റെ ആളിയൻ അഞ്ചരക്കണ്ടി അരവിന്ദൻ. അയ്യോ സാറായിരുന്നു അഞ്ചരക്കണ്ടി. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. സോറി സാറേ. വെറുതെ സമയം നീ ഏത് അഞ്ചരക്കണ്ടി ആണേലും 10 കണ്ടി ആണെങ്കിലും പോലീസ് സ്റ്റേഷൻ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, ചവിട്ട് നിന്റെ നെഞ്ചാൻ കൂടി ഞാൻ പൊട്ടിക്കും. അഞ്ചരക്കണ്ടി അരവിന്ദൻ. ഓടോ. ഓഹോ, അപ്പൊ താനാണോ പുതിയ CI? തുറക്കടോ. എടോ തുറക്കാൻ. വരട്ടടോ, തന്റെ കുട്ടപ്പനളിയെ വന്നിട്ട് വിടാ. എന്തിനാടോ താനൊക്കെ യൂണിഫോം ഇട്ടി കസേര കയറിയിരിക്കുന്നത്? നട്ടല്ലില്ലാത്ത തന്നെ പോലുള്ളവർക്ക് ആണും പെണ്ണും കെട്ട ഇവനെ പോലൊരുത്തന്റെ ഭാര്യയുടെ ഗാർമെന്റ് ഷോപ്പിലല്ല, അവരുടെയൊക്കെ അടിപ്പാവാട കഴുകി കൊടുക്കുന്ന പണിയാണോ ഇതിലും നല്ലത്? വെറുതെ പോലീസിന്റെ പേര് കളയാൻ വേണ്ടി നടക്കുന്നു. ഓടോ. CI ഫൈസൽ സാറാ, നീ ഇനി ജന്മത്തിറങ്ങൂല.